എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇപ്പം ബോബി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഫിജി കാർഡ് ഓൺലൈൻ, ഇത് അവസാനം എവിടെയെങ്കിലും പോയിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ മാതിരി എവിടെയെങ്കിലും പോയിട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്യാം. മാഞ്ചിയം ബിസിനസ്, ആട് ബിസിനസ്, ഇങ്ങനെയൊക്കെയുള്ള തേക്കാട് മാഞ്ചിയം കണ്ടാൽ അതിലാണ് ഞാൻ ചോദിച്ചത്. ഈ ഫിജി കാർട്ട് ഓൺലൈനിൽ ഇതിൻ്റെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ സ്പേസ് അതിന് എങ്ങനെയാണ്? അതെ, അത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഇതിന് ഒരു നിയമം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. പക്ഷേ എങ്കിലും അമേരിക്കൻ കമ്പനിയായ ആംവേ അതുപോലെയുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ മാത്രം എത്രയോ 1000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഹ്യൂജ്. ഇപ്പോഴും അവർ നമ്പർ 1 ആണ് വേൾഡ് വൈഡ്. ഇവിടെയുള്ള കോർപ്പറേറ്റ്സ് കോടികൾ മുടക്കി ടിവിയും സ്റ്റാഫും മറ്റേതും സാലറി ആയിട്ട് ഭയങ്കര എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് 50,000 കോടി ഈസി ആയിട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും അറിയാലോ, ഒരു രാജ്യത്ത് വരുമ്പോൾ ഇവിടുത്തെ കൊമ്പന്മാരൊന്നും വെറുതെ ഇരിക്കില്ല, പണി കൊടുത്തു. ശരിയാണ്, ഇവരെ കഷ്ടകാലം നേരത്തിന് ഇതിനൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം അങ്ങനെ ഒരു സംവിധാനം അന്ന് ഇല്ല. അപ്പോൾ കുറേ പേരെ വിളിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ കുറേ ഡൂക്കിലി കമ്പനികളൊക്കെ പൊട്ടിപ്പോയി അതോടുകൂടെ. ആ സമയത്തൊക്കെ എനിക്കൊരു പാഷനുണ്ട്. ഞാൻ ട്രെയിനർ ഓൾസോ. അപ്പോൾ എനിക്ക് ഈ ട്രെയിനിങ്, നെറ്റ്വർക്ക്, ഡയറക്റ്റ് സെല്ലിംഗ് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും. എങ്കിലും ഞാൻ അത് പിടിച്ചു നിൽക്കാൻ കാരണം താങ്കൾ പറഞ്ഞ പോലെ ഒരു നിയമമില്ലാത്തൊരു സാധനം ചെയ്ത ഇല്ലീഗലായിരിക്കും. ഞാൻ ചെയ്തില്ല. പിന്നെ നിയമം വന്നപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള പല പല ബിസിനസ്സുകളുള്ള ഒരു സ്ട്രോങ് ഗ്രൂപ്പ് ഇത് തുടങ്ങിയിട്ടില്ല. വേറെ ഗ്രൂപ്പുകൾ ബജാജ് ഉണ്ട്, ആംവേ ഉണ്ട്, മോഡി ഉണ്ട്, വലിയ ഗ്രൂപ്പുകൾ എത്രയും 10-30-35 വർഷമായിട്ട് വലിയ ഗ്രൂപ്പുകളുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ പൊട്ടിയ കമ്പനികളിൽ പോയവരും ചെറിയ ചെറിയ കമ്പനികളവരൊക്കെ നമ്മുടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴുകി. അങ്ങനെ ഒഴുകിയിട്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് ഒരു 20 ടൈംസിലേക്ക് ഞങ്ങളുടെ ഗ്രോത്ത് അങ്ങോട്ട് കയറി. അപ്പോൾ അത് ഇതിൽ നിയമപ്രകാരമാണ്. ഇഷ്ടംപോലെ പേർക്ക് കാശ് കിട്ടുന്നുണ്ട്. ഓരോരുത്തരും 5, 10, 20, 40 ലക്ഷം രൂപ വരെ മാസം സമ്പാദിക്കുന്നവരുണ്ട്. ശോഭയിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ നേരെ മുമ്പിൽ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, ഒരു സ്റ്റാഫ് അഫിലേറ്റ്. അവൻ 70 ലക്ഷത്തിൻ്റെ BMW ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് അവിടെ താമസിച്ച് നിങ്ങളുടെ മുമ്പിൽ കൂടെ കാർ ഓടിച്ച് പോകണമെന്ന് ആഗ്രഹം. ആ കാറിൻ്റെ താക്കോലും എന്നോട് ബ്ലെസ് ചെയ്യിച്ചിട്ട് വാങ്ങിച്ചത്. ഐ അപ്രീഷിയേറ്റ്, വൈ നോട്ട്. കറക്റ്റ്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ